നമസ്കാരം, ഞാൻ അപർണ വിവേക്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? കുറച്ച് പൊടിക്കൈ, അതായത് നമുക്ക് എന്താ പറയാ, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വൺസ് ഇൻ എ വീക്ക് നമ്മുടെ മുഖം കഴുത്തൊക്കെ സ്ക്രബ് ചെയ്ത് ആ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു സ്ക്രബിംഗ് പാക്കാണ്. സോ നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ അത് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഇതിന്റെ പല ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ആയിരിക്കാം. സോ എന്തായാലും ഇത് ഞാൻ അത്യാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുന്ന ഒരു സ്ക്രബാണ്. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും അവസാനം വരെ കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്റെ ചാനൽ പാവല്ല ഞാൻ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ? വാ. ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഒപ്പിയെടുത്തിട്ടുണ്ട്. ആൻഡ് മുടിയും ഒക്കെ പൊന്നിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാതിരിക്കുക. പിന്നെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള കഴുത്തിട്ടാല് നമുക്ക് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. എന്ത് നമ്മൾ ഫേസിലിട്ടാലും നമ്മളത് കഴുത്തിലും കൊടുക്കണം എന്നാ. സോ ഇത് ഞാൻ വീട്ടിലിടുന്നതിന്റെ കളർ ആയാലും കുഴപ്പമില്ല, നിങ്ങളത് ശ്രദ്ധിക്കുക. ലൈറ്റ് കളേഴ്സ്, അതില് ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോ പറയാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് പറ്റിക്കഴിഞ്ഞാല് പോവില്ല. അതുകൊണ്ട് വീട്ടില് മോശമായിട്ടുള്ള ഏതെങ്കിലും ഒരു വൈഡ് നെക്ക് ആയിട്ടുള്ള ടീഷർട്ടോ ഡ്രസ്സോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, ഒക്കെ പ്രോഡക്ട്സ് ആണ് ഉള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നിങ്ങൾ പ്രത്യേകം പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ അടുക്കളയിലും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിവിടെ കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ പഞ്ചസാര. നമുക്ക് ആ 2 ടീസ്പൂൺ പഞ്ചസാര വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഇട്ടു. നേരത്തെ എടുത്തു വെച്ച 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ടു. അല്ലെങ്കിൽ ഏതിന്റെ ആയാലും മതി. കോഫി പൗഡർ, ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ബ്രൂവിൻ്റെതോ ഏതായാലും മതി. 1/2 ലെമൺ, അത് ഓപ്ഷണൽ ആണ്, ചിലർക്ക് ലെമൺ അലർജി ഉള്ളത് കൊണ്ട് തന്നെ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഹണിയാണ്. 1 ടേബിൾ സ്പൂൺ ഹണിയാണ് നമുക്ക് വേണ്ടത്. ഹണീൻ്റെ ഗുണം അറിയാലോ, നമ്മുടെ സ്കിൻ റിപ്പയർ, റെജുവിനേറ്റ് ചെയ്യാനൊക്കെ ഹണി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കേർഡാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന നടക്കുന്ന, നമ്മൾ വീട്ടിൽ ഒഴിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക എന്ന് പറയുന്നത്, ഒന്ന് ഇൻസ്റ്റൻറ്റ് കോഫി അതെല്ലാം നന്നായിട്ട് അലിയണം. പിന്നെ അതുമല്ല, നമ്മൾ പഞ്ചസാര ഇട്ടതിൽ കുറച്ച് ഹാർഷായിട്ടുള്ള തരി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സോഫ്റ്റൻ ആവണം. ബിക്കോസ് നമ്മൾ മുഖത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ മുഖം സ്ക്രാച്ച് വീഴാൻ പാടില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്ക് ഞാൻ കുറച്ചൊരു ലിക്വിഡ് എന്ന് പറയാം, കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ്. ഒരു ബ്രഷ് എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ബിക്കോസ് കോഫീൻ്റെ തരിയൊക്കെ, ഞാൻ പറഞ്ഞു ഇൻസ്റ്റൻറ്റ് കോഫിയാണ്, സോ കോഫീൻ്റെ തരി ഇതൊക്കെ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് സൈഡാക്കിയിട്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു 2-3 ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അഗൈൻ നമുക്ക് ആ ഒരു സ്ക്രബിങ് എഫക്റ്റ് നമുക്കൊന്ന് ചുണ്ടിലും കൂടെ കൊടുക്കുന്നതിലും തെറ്റില്ല. ബിക്കോസ് ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നാച്ചുറലി ഉള്ളതാണ്. അല്ല, നമ്മൾ സാധാരണ ഷുഗർ മാത്രം വെച്ച് നമ്മൾ ചുണ്ടിന് സ്ക്രബ് കൊടുക്കാറുണ്ട്. സോ ഇതിൽ ചിലർക്ക് നാരങ്ങ അലർജി ഉണ്ടാവും, ചിലർക്ക് തൈര്. അപ്പം അത് നിങ്ങളുടെ സ്കിന്നിന് എന്താണ് സ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ആ ഇൻഗ്രീഡിയൻസ് മാത്രമേ
നമ്മൾ അപ്ലൈ ചെയ്യാവുള്ളൂ. കാരണം ഓരോരുത്തരുടെയും സ്കിൻ ഓരോ ടൈപ്പാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് ചേരുന്നത് വേറൊരാളുടെ സ്കിന്നിന് ഓക്കെ ആവണം എന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് പ്രോഡക്ട്സും അത് ചെയ്യാനായിട്ട്. അഥവാ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്കിൻ ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് പ്രോഡക്റ്റും നമ്മുടെ മുഖത്ത് ഇടുന്നത്, എസ്പെഷ്യലി മുഖത്തിടുന്ന കാര്യങ്ങൾ ഒന്ന് സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇടാം. ഞാൻ ഒന്നത് ട്രൈ ആകുമ്പോൾ ഞാൻ അടുത്തൊരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ലിക്വിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിലൊക്കെ ഡ്രിപ്പ് ചെയ്യും. അതുകൊണ്ട് നല്ല ഡാർക്ക് കളേഴ്സ് ഇടുക. കോഫീൻ്റെ സ്റ്റെയിനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് തൈറോയിഡും പോളിസിസ്റ്റിക്കും ഉള്ളതുകൊണ്ട് എൻ്റെ കഴുത്തിന് ചുറ്റൊരു കറുത്ത കളറാണ്. അപ്പോൾ അത് ഞാൻ അവിടെ കുറച്ചധികം ഇടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ സ്ക്രബ് ചെയ്താലൊന്നും അത് പോകുന്നതല്ല. ബട്ട് സ്റ്റിൽ കുറച്ചൊരു കളർ ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നോർമലി ഒരാൾക്ക് അതൊരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആവും ഈ പാക്ക്. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വെള്ളം വെച്ച് കഴുകുകയല്ല നമ്മൾ ചെയ്യാം. പിന്നെ റിമൂവ് ചെയ്യുന്നതിൻ്റെ മെത്തേഡും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഒന്ന് എല്ലായിടത്തോട്ടും ഞാൻ ചുണ്ടിൽ ഇട്ടിട്ടുണ്ട്. സോ നൗ ലീവ് ഇറ്റ് ഫോർ 10-15 മിനിറ്റ്സ്. എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്കിൻ അങ്ങനെ പെട്ടെന്ന് വിയർത്തിരിക്കുന്നുണ്ട്, അങ്ങനെ ഡ്രൈ ആവാത്ത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ അത് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും അല്ലേ, ഒന്ന് വെള്ളം നനയ്ക്കുക കയ്യിൽ. ഓക്കെ, ആദ്യം ഒന്നിങ്ങനെ ഒപ്പി എല്ലാ സ്ഥലത്തും ആ ഡ്രൈനെസ് മാറ്റുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, സർക്കുലർ മോഷനിൽ വേണം നമ്മളെപ്പോഴും സ്ക്രബ് ചെയ്യാൻ. അതും മുകളിലേക്ക്, ഒരിക്കലും താഴേക്ക് ഇട്ടത് മുകളിലേക്ക്. ഈ മൂക്കിട്ട് ഇവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത്. സോ അത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇവിടെയും സർക്കുലർ മോഷനിലാണ് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത്. കഴുത്ത് മുകളിലേക്ക്, ഇത് സർക്കുലർ മോഷൻ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, കണ്ണിൻ്റെ അടിയിലെ ഭാഗം ഭയങ്കര ലൈറ്റായിട്ടുള്ള സ്കിന്നാണ്. എപ്പോഴും നമ്മുടെ ഫിംഗർ, റിംഗ് ഫിംഗർ അല്ലേ, റിംഗ് ഫിംഗർ വെച്ചിട്ട് വേണം കണ്ണിൻ്റെ അടിയിലും മുകളിലത്തെ ഏരിയയും നമ്മൾ പ്രഷർ കൊടുക്കാനായിട്ട്. സോ നന്നായിട്ട് സ്ക്രബ് ചെയ്തു. ഞാനൊരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കേട്ടോ, ലൈവായിട്ട് തന്നെ ഞാൻ തുടച്ചു കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ പറ്റും. ടിഷ്യൂ ഒന്ന് വെറ്റാക്കിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനൊന്ന് നന്നായിട്ട് മുഖം കഴുകിയിട്ട് വരാം. ഓക്കെ ഓക്കെ ഞാൻ നല്ലോണം കഴുകി എടുത്തോ. ഇതുകൊണ്ട് ഒപ്പിയെടുക്കാം. സി,
നിങ്ങൾക്ക് ഡിഫറൻസ് കാണാമോ? നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും തമ്മിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ്. ആൻഡ് ആ ഡാർക്ക്നെസ് കുറേ കുറഞ്ഞിട്ടുണ്ട്. സി സോ ഇതെല്ലാവരും അപ്പോൾ പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമാവും എല്ലാവർക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചേരാത്ത ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആയിരുന്നത്. ചെറിയൊരു ബ്യൂട്ടി ടിപ്പെന്നോ അല്ലെങ്കിൽ ഒരു പാക്കെന്നോ ഒക്കെ പറയാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. അപ്പോൾ അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണെന്നറിയോ? ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട്. സോ എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ടിന് ബിഗ് താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.